ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 252. നമ്മളിന്ന് 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 2ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ മന്ത്രമാണ്. ഇത് ആരോടെങ്കിലും പണം ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു ചെറിയ മന്ത്രമെല്ലാം ചൊല്ലിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ പോയാൽ ധനാധിപനെ സമീപിച്ചു കഴിഞ്ഞാൽ ധനം കിട്ടുമെന്നാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു പൂജയെല്ലാം നടത്തിയിട്ട് പണം ചോദിക്കാൻ പോയാൽ കിട്ടുമെന്നുള്ള നിലയിലാണ് നമ്മളിപ്പം ധനാകർഷണ മന്ത്രം എന്നെല്ലാം പറയുന്നില്ല, അതുമാതിരിയുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് ചില ശാസ്ത്ര തത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. 3 പറയുന്ന പൗർണമി, അമാവാസി, മറ്റേതെങ്കിലും പുണ്യതിഥി, നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അപ്പം ഒരു മുഹൂർത്തം, ഒരു പണത്തിനെല്ലാം ചോദിക്കുമ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആ മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല മുഹൂർത്തങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഒരു മുഹൂർത്തമെല്ലാം നോക്കിയിട്ട് പണം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം പണം കിട്ടിയെന്ന് വരാം. അപ്പം മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആ ദിവസം എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. ധനം ആഗ്രഹിക്കുന്ന വ്യക്തി അഗ്നി സ്ഥാപിച്ച്, കുശവിരിച്ച് എന്ന് പറഞ്ഞാൽ അഗ്നിക്കിരിക്കാൻ വേണ്ട സ്ഥലം, അഗ്നി സ്ഥാപിക്കണം. എന്നിട്ട് അതൊരു കല്ലെല്ലാം കൂട്ടിയിട്ട് അഗ്നി സ്ഥാപിക്കാൻ, എന്നിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് ആഹൂതി അർപ്പിക്കണം. അപ്പം ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ വിശുദ്ധ ജലമെല്ലാം തളച്ചിട്ട് ആ സ്ഥലം ഒന്ന് ശുദ്ധമാക്കുക. എന്നിട്ടാണ് അഗ്നിയിൽ നെയ്യ് ശുദ്ധീകരിച്ച്, നല്ല പാത്രത്തിൽ നെയ്യ് ശുദ്ധീകരിച്ച് വെച്ചിട്ട് ആ നെയ്യാണ് അർപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ അഗ്നി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കർമ്മങ്ങളും അഗ്നി ഉപയോഗിച്ചാണ് ചെയ്യുക. അതായത് അധ്വാനിച്ചാൽ പണം കിട്ടുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അഗ്നി ഉപയോഗിച്ചിട്ട് അഗ്നിക്ക് അർപ്പിക്കണം. എന്തർപ്പിക്കണം? നെയ്യ് അർപ്പിക്കണം. എങ്ങനെയാണ് നെയ്യ് കിട്ടുന്നത്? അധ്വാനിച്ചാലേ നല്ല കിട്ടും. ശുദ്ധമായ നെയ്യ് കിട്ടണ്ടെങ്കിൽ ശുദ്ധമായ പാലെടുത്തിട്ട് വെണ്ണയാക്കിയിട്ട് അതിനെ ഉരുക്കിയിട്ട് നെയ്യാക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഉയർന്ന അവസ്ഥ പാലിൻ്റെ നല്ല വിലയുള്ള നെയ്യാക്കിയിട്ട് മാറ്റുകയാണ്. ഇതെല്ലാം ഇതിനെക്കൊണ്ടാണ് ചെയ്യുന്നത്, അഗ്നി ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. അല്ലെ പാലെടുത്ത് അർപ്പിക്കാനല്ല പറഞ്ഞത്, നെയ്യെടുത്തിട്ടാണ്. അപ്പം നെയ്യ്, ശുദ്ധമായ നെയ്യ് എടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് അർപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പം ശുദ്ധമായ നെയ്യ് കിട്ടണ്ടെങ്കിൽ പാലിന്ന് നെയ്യാക്കി കഴിഞ്ഞാൽ വിറ്റാൽ തന്നെ പൈസ കിട്ടും. അപ്പം അങ്ങനെ വസ്തുക്കളെ എടുത്തിട്ട് അഗ്നിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പണം കിട്ടും. അധ്വാനിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ വസ്തുക്കളെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് അഗ്നിയിൽ അർപ്പിക്കണം, ഊർജം ഉപയോഗിച്ചിട്ട് ചെയ്യണം. അല്ലാതെ വേറെ ആർക്കും കൊടുത്താൽ കിട്ടില്ല. നമ്മളെ സഹായിക്കുന്ന ഈശ്വരൻ അഗ്നിയാണ്. അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് വിറ്റിട്ട് പണം ഉണ്ടാക്കാം, ഊർജം ഉപയോഗിച്ചിട്ട്. എല്ലാം വേറെ വഴിയുണ്ട്. അഗ്നി നേരത്തെ തന്നെ പറഞ്ഞു, അഗ്നിയാണ് നമ്മളെല്ലാം സഹായിക്കുന്ന ശക്തി. ഇന്ദ്രനാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ യത്നങ്ങളും പൂർത്തീകരിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. ഇവിടെ അഗ്നിക്ക് പറയുകയാണ്. എന്നിട്ട് ഇത് ചൊല്ലണം. വാണീദേവി ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നവളാണ്. വാണീദേവി എന്ന് പറഞ്ഞാൽ ശബ്ദം അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ. വേദത്തിൽ എന്താണുള്ളത്? സയൻസാണുള്ളത്. ആ സയൻസിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രവിധി പ്രകാരം യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടും. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്യുക, അധ്വാനിക്കുക, നിങ്ങൾക്ക് പണം കിട്ടും. അതുകൊണ്ട് വാണീദേവി ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നവളാണ്.
അപ്പം പണം ആഗ്രഹിക്കുന്നതിനോട് പറയുന്നത് എന്താണ്? വാണീദേവി നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം, അതായത് സയൻസ് പഠിക്കുക, ജ്ഞാനം നേടുക, ആ ജ്ഞാനത്തിലൂടെ നിങ്ങൾ അധ്വാനിക്കുക, അഗ്നിയിലേക്ക് ആ ജ്ഞാനത്തെ പകരുക, അപ്പോൾ നിങ്ങൾക്ക് ധനം കിട്ടും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദേവി പ്രാണോപാസന ചെയ്യുന്നവന് ഇച്ഛിച്ച ധനം കൈവരുത്തട്ടെ. ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ നെയ് അഗ്നിയിലേക്ക് അർപ്പിക്കേണ്ടത്. അവിടെ തന്നെ പറയുന്നത് എന്താണ്? വാണീദേവിയാണ് നിങ്ങൾക്ക് ധനം നേടിത്തരുന്ന ശക്തി. അഗ്നിയിലൂടെയാണ്, അധ്വാനിച്ചാലാണ് നിങ്ങൾക്ക്, ഊർജം ഉപയോഗിച്ച് യജ്ഞം ചെയ്താലാണ് നിങ്ങൾക്ക് ധനം കിട്ടുക എന്ന സത്യം പറഞ്ഞു തരികയാണ്. അതിനനുസരിച്ച് ചെയ്യുക, അല്ലാതെ ആരോടെങ്കിലും പോയി ചോദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ. പക്ഷെ അത് എന്ത് വേണം? നല്ല മുഹൂർത്തങ്ങളിൽ ചെയ്യണം. ഇനിയോ, പ്രാണദേവത അഭിഷ്ടസിദ്ധി നൽകുന്നു, അവൻ ധനം നൽകും. പ്രാണൻ, നമ്മളെ പ്രാണൻ, നമുക്ക് പ്രാണൻ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അധ്വാനിക്കാൻ വേണ്ടിയാണ്. പ്രാണനുള്ള സമയത്തേ നമുക്ക് അധ്വാനിക്കാൻ പറ്റും. ചത്തു കഴിഞ്ഞാൽ പോയി അധ്വാനിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് പ്രാണൻ നൽകിയിട്ടുണ്ട്. ആ പ്രാണൻ നൽകിയിരിക്കുന്നത് അധ്വാനിക്കാൻ വേണ്ടിയാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അധ്വാനിക്കാൻ വേണ്ടിയാണ്. അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം നേടാൻ പറ്റും. ചക്ഷുസ്സായ ദേവി കാമന സാധിപ്പിക്കുന്നവളാണ്. അവൾ എനിക്ക് ഇച്ഛിക്കുന്ന ധനം നൽകും. ചക്ഷുസ്, കണ്ടും കേട്ടും പ്രകൃതിയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം. അതിനാണ് കണ്ണ് തന്നിരിക്കുന്നത്. കാണുക, എങ്ങനെയെല്ലാമാണ് ധനം നേടാൻ സഹായിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഇവിടെയുണ്ട്, അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് കണ്ണ് നമുക്ക് ധനം നേടിത്തരും. കാണാനും കേൾക്കാനും കഴിവുണ്ടാവണം. അതാണ് ആദ്യം കണ്ണിനെ പറയുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് അഗ്നി, എന്തുണ്ടെങ്കിലും അഗ്നി, അത് തന്നെ ശുഭമുഹൂർത്തത്തിൽ ചെയ്യണം. പിന്നെയോ വാക്ക്, സയൻസിലൂടെയാണ് നമ്മൾ, സയൻസ് എന്താണ്? ദേവിയാണ് നമുക്ക് ധനം നേടിത്തരുന്നത്. പിന്നെ പ്രാണനുണ്ട്, ജീവനുള്ളത് പോലെ നിങ്ങൾക്ക് അധ്വാനിച്ച് നേടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കണ്ണിനാണ്. കാണുക, കേൾക്കുക, ലോകത്തെ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുക. കണ്ടിട്ടെങ്കിലല്ലേ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് അത് നമുക്ക് ധനം നേടിത്തരും. പിന്നെയോ ശ്രോത്രം എന്ന ദേവി ആഗ്രഹം സാധിപ്പിച്ചു തരും. അവൾ ഉദ്ദേശിച്ച ധനം നേടിത്തരും. കേൾക്കുക, ഇപ്പം കാണുക, കേൾക്കുക എന്ത് വേണം? ആദ്യം തന്നെ സയൻസ് എല്ലാം കേട്ടണം. അധ്യാപകൻ്റെ അടുത്ത് ഇരുന്നിട്ട് പഠിച്ചിട്ട് ശാസ്ത്രതത്വങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ധനം കിട്ടും. ഇതാണ് പറഞ്ഞു തരുന്നത്. കേൾക്കുക, കാണുക, ആ ദേവിയെല്ലാം നമുക്ക് പൈസ തരുന്നവരാണ്. പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തെണ്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല, ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ബുദ്ധിയും നമുക്ക് തന്നിട്ടുള്ള അവയവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ പണം ഇഷ്ടമായി കിട്ടും, നമുക്ക് ധനം നേടാൻ പറ്റും. മനസ്സാകുന്ന ഇന്ദ്രിയം ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കുന്നവളാണ്. അവൾ എനിക്ക് ഇച്ഛിക്കുന്ന ധനം നൽകും. മനസ്സ്, നല്ലൊരു മനസ്സുണ്ടാകണം, അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാകണം. പഠിച്ച ജ്ഞാനമെല്ലാം ഉപയോഗിച്ചിട്ട് അധ്വാനിച്ചിട്ട് പുരോഗതി നേടാനുള്ള മാനസിക അവസ്ഥയുണ്ടെങ്കിൽ, അതിനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ആ മനസ്സ് നമുക്ക് ധനം നേടിത്തരും. അപ്പോൾ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ട വന്നിട്ടുണ്ട്. ശുഭമുഹൂർത്തം, ജീവൻ ഉണ്ടായിരിക്കണം, അഗ്നിയിലൂടെ, അഗ്നി പ്രധാനമാണ്. അഗ്നി ഊർജമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഊർജം വേണം. കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ട് ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കണം. ചെവി കൊണ്ട് കേൾക്കുകയെല്ലാം ചെയ്തിട്ട് അതിനനുസരിച്ച് മനസ്സുകൊണ്ട് പ്രവർത്തിക്കുക. മാനസികരമായിട്ടും അതിനനുസരിച്ച് വളരണം. യജ്ഞം ചെയ്ത് അധ്വാനിച്ച് നേടാനുള്ള മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അവളും നിങ്ങൾക്ക് ധനം നേടിത്തരും. ഇവരെല്ലാം നമ്മളെ ശരീരത്തിലുള്ള ഈ അവയവെല്ലാം ധനം നേടിത്തരുമെങ്കിൽ പിന്നെ വല്ലവൻ്റെ അടുത്ത് ഇറക്കുന്ന എന്തിനാണ്? നമ്മളെ ശരീരവും മനസ്സും കണ്ണും എല്ലാം നമുക്ക് അഗ്നി എല്ലാം റെഡിയാണ് യജ്ഞം ചെയ്യാൻ, നമ്മളെ യജ്ഞം ചെയ്യുമ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ധനം നേടിത്തരുമെന്ന് പറയുമ്പോൾ പിന്നെ വേറെടുത്തിട്ട് പോയിട്ട് യാചിക്കേണ്ട ആവശ്യമുണ്ട്. ബുദ്ധി ഉപയോഗിച്ചിട്ട് വേദവരികളുടെ അർത്ഥം മനസ്സിലാക്കണം. അല്ലാതെ
കുറേ പശു നെയ്യ് എടുത്തിട്ട് അഗ്നിക്ക് ഈ മന്ത്രവും ചൊല്ലിക്കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെയോ ഇങ്ങനെ ആഹൂതികൾ കൊടുക്കുന്നുവോ അതിൻ്റെ ശേഷം ആ ധൂമഗന്ധം ശ്വസിക്കുക, അവിടെ നിന്ന് വരുന്ന പുക ശ്വസിക്കുകയും ബാക്കി അവശേഷിക്കുന്ന വല്ല നെയ്യും അതിൻ്റെ അത് ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എടുത്തൊന്ന് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക. എന്തിനാ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക? ഈ ശരീരങ്ങളെല്ലാം ഒന്ന് പുഷ്ടിപ്പെടട്ടെ. ഒന്ന് നെയ്യ് തേച്ച് കുടിച്ചു കഴിഞ്ഞാൽ, പശു നെയ്യെല്ലാം തേച്ച് കുടിച്ചു കഴിഞ്ഞാൽ ശരീരമെല്ലാം നല്ല ഉഷാറാണ്. സംരക്ഷിക്കണ്ടേ? ഈ അവയവനുണ്ടായാൽ അതിനെ പോഷിപ്പിക്കാൻ നല്ല പശു നെയ്യിലൊന്ന് ശരീരത്തിൽ പുരട്ടുക. പറഞ്ഞതിൻ്റെ അർത്ഥം ശരീരം മുഴുവൻ ഒന്ന് പുഷ്ടിപ്പെടുത്തുക. എന്നിട്ട് മൗനം വരിച്ച് പിന്നെ മൗനിയായിരുന്നു കൊണ്ട് പിന്നെ ആരോടും സംസാരിക്കാനൊന്നും പോകാതെ അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതെ ധനാധിപനെ സമീപിച്ചിട്ട് ദാനം ചോദിച്ചു. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്നിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, വല്ല അത് പറയുന്നത് ഇതിൻ്റെ ശേഷം ധനാധിപനെ പോയി സമീപിച്ചു. ധനാധിപനെ നേരിട്ട് പോകാൻ പറ്റില്ല, അയാൾ കുറേ ദൂരെയാണെങ്കിൽ ഏതെങ്കിലും സന്ദേശം കൊടുത്ത് വിട്ടാലും മതി അയാളുടെ അടുത്തേക്ക്. എന്തു പറ്റും? നിങ്ങൾക്ക് ആ കർമ്മം ആഗ്രഹിച്ച ഫലം നേടിത്തരും. എന്നിട്ടും നിങ്ങൾ വല്ലവൻ്റെ അടുത്ത് ഇറക്കാനാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇറന്നു തിന്ന്, വേറെ എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങളെ കണ്ണും മൂക്കും സയൻസും ജ്ഞാനവും ബുദ്ധിയും മനസ്സും അഗ്നി റെഡിയായി നിൽക്കുന്നു യജ്ഞം ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ശുഭമുഹൂർത്തത്തിൽ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ധനം കിട്ടും. ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കാതെ അതൊന്നും എന്നെ കൊണ്ട് വയ്യ, ഞാൻ പോയി ഒന്ന് ഇറന്നിട്ട് വാങ്ങാൻ, നല്ല പണമുള്ളവൻ്റെ അടുത്ത് പോയി ഇറക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്കി, ചിലപ്പം കിട്ടും. ഈ മുഹൂർത്തത്തിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊന്നും ചെയ്യാൻ വയ്യാതവന് പിന്നെ എന്താണ്? വല്ലയിടത്ത് പോയിട്ട് കൈ നീട്ടുക, അല്ലാതെ വേറെ വഴിയില്ല. ഈ ബുദ്ധിയും ഇല്ല, പ്രവർത്തിക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വല്ലതിൻ്റെ അടുത്ത് പോയിട്ട് ഇറക്കുക, നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിലാണ് ഈ മന്ത്രം. അല്ലാതെ വേണമെങ്കിൽ എന്ത് പറയാം, നമുക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ എണ്ണ പശു നെയ്യലെടുത്ത് പാത്രത്തിൽ വെച്ച് അഗ്നിക്ക് ഈ മന്ത്രം ചൊല്ലിയിട്ട് ഇങ്ങനെ ഇതും ചൊല്ലിക്കൊണ്ടിട്ടിട്ട് വല്ല ധനികൻ്റെ അടുത്തും പോയിട്ട് പണം യാചിച്ചു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ഇങ്ങനെ തരും നമ്മൾ ചോദിക്കുന്ന പൈസ. നമ്മൾ ചെല്ലിയും വേണ്ട, ദൂരെയാണെങ്കിൽ വല്ല ദൂതനോട് പറഞ്ഞു വിട്ടാൽ മതി എന്നാണ് പറയുന്നത്. കിട്ടും. അപ്പോൾ പറയുമ്പോഴെല്ലാം വേദമന്ത്രങ്ങളുടെ അതിൻ്റെ അർത്ഥം ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ അവയവങ്ങളെല്ലാം നിങ്ങൾക്ക് പണം നേടിത്തരാൻ റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, തെണ്ടി തിന്നണമെങ്കിൽ ശരി, അങ്ങനെ തന്നെ ആകട്ടെ.